PV അൻവർ MLA-ക്ക് ജാമ്യം ലഭിച്ചു. ഇന്നലെ PV അൻവറിനെ നിലമ്പൂർ DYSP സംഘവും ഏകദേശം 150 ഓളം പോലീസ് ഉദ്യോഗസ്ഥര് വീട് വളഞ്ഞ് രാത്രിയിലെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യം നമ്മൾ കണ്ടു. നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത് 35,000 രൂപയുടെ നഷ്ടം ആ ഓഫീസിന് വരുത്തി. അതിൽ ഒന്നാം പ്രതിയാണ് PV അൻവർ. എന്തായാലും അവിടെ കാട്ടാന ശല്യം മുഴുവൻ ഒരു ആദിവാസി യുവാവിനെ കാട്ടാന അടിച്ചു കൊന്നു. അയാളുടെ കുട്ടിയെ ദൂരെ വലിച്ചെറിഞ്ഞു. ആ സമയത്ത് മറ്റുള്ളവർ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി. സംഭവത്തോടനുബന്ധിച്ച് ആ സംഭവത്തിലെ DFOക്കാര് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വീഴ്ച പറ്റി കാട്ടാന ശല്യങ്ങൾ കൂടിക്കൂടി മരണം തോത് കൂടി വരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി പ്രതിഷേധിച്ചു. ആ സമയത്ത് ജീവനക്കാര് ആരും അവിടെ ഇല്ലായിരുന്നു. ഓഫീസ് തകർത്തകത്ത് കയറി 35,000 രൂപയുടെ നഷ്ടം വന്നു. അത് ഇന്നലെ രാത്രിയിലെ PV അൻവർ MLA-യെ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ MLA ആണ്, എനിക്ക് ഒളിച്ചോടാൻ വഴിയില്ല, നിങ്ങളൊരു നോട്ടീസ് തന്നിരുന്ന ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നേനെ. നോട്ടീസ് കൊടുക്കായിരുന്നു വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ വിട്ടിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ വരണം, അറസ്റ്റിനാണ് എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഒരു MLA-ക്ക് ഒരു മാന്യത കൊടുക്കണമല്ലോ. അത് നടന്നില്ല. വീട് വളഞ്ഞ് ചില ഗുണ്ടകളെ പിടിക്കുന്ന പോലെ പിടിച്ചു എന്നാണ് PV അൻവറും അദ്ദേഹത്തിൻ്റെ DMK-യുടെ അനുയായികളും ആ DMK പാർട്ടിയിലെ അംഗങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും PV അൻവറിനെ തവനൂർ സബ് ജയിലിൽ രാത്രി തന്നെ മാറ്റി. ഇന്ന് ജാമ്യത്തിന് മൂവ് ചെയ്തു. ജാമ്യം ലഭിച്ചു. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലും അതുപോലെ തന്നെ 35,000 രൂപ കോടതി കെട്ടിവെക്കാനും. അതിന് പോലീസ് കസ്റ്റഡി ചോദിച്ചു. അതെന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കസ്റ്റഡി ചോദിക്കേണ്ടത് പലതും കേരളത്തിൽ പലരും ചോദിക്കുന്നില്ല. പല ഓഫീസേഴ്സും ഇവിടുത്തെ DYSP കസ്റ്റഡി ചോദിച്ചിരിക്കുന്നു. അത് കോടതി തള്ളി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആ പോലീസിന്റെ വാദഗതികൾ അംഗീകരിച്ചില്ല. കസ്റ്റഡിയുടെ ആവശ്യമില്ല. ജാമ്യം കൊടുക്കുകയും ചെയ്തു. ജാമ്യം കൊടുത്ത് സബ് ജയിലിൽ നിന്ന് ഉടൻ തന്നെ PV അൻവർ ഇറങ്ങുമെന്ന് കരുതുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അനുയായിയായ അടുത്ത നേതാവ് വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം, EA സുഖു. അദ്ദേഹത്തിനെ ഇപ്പോൾ തന്നെ വഴിക്കടവിലെത്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം നേരത്തെ CPM-കാരനാണ്. CPM-ൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഇവരിൽ നിന്ന് CPM-ന് വഴിമാറി PV അൻവറിനൊപ്പം ചേർന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവർക്ക് എന്തായാലും നിലമ്പൂരും പരിസരങ്ങളിലും വയനാട് ജില്ലയിലും കുറേ അധികം അനുയായികളുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അത് ഭൂരിപക്ഷ ആൾക്കാരും CPM-ന്ന് പോയവരുമുണ്ട്. എല്ലാ പാർട്ടിയുടെ ആൾക്കാരും PV അൻവറിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമര മാർഗങ്ങളൊക്കെ അനീതിക്കും അക്രമത്തിനും എതിരായിട്ട് തന്നെയാണ് ശബ്ദം ഉയർത്തുന്നത്. അതിപ്പോൾ ഏത് ശക്തികൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്തി രംഗത്ത് വരികയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എതിരായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അതിലേക്കാണ് അറസ്റ്റ് വരിച്ചത്. ഇപ്പം ജാമ്യം ലഭിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത നേതാവ്, അദ്ദേഹത്തിനെ സുഖുവിനെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതാണ്. രാഷ്ട്രീയമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവോടെ പെരുമാറുമെങ്കിലും പോലീസ് നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഭരണഘടന അനുസരിച്ചും അതുപോലെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ചും മാത്രമേ പോലീസ് മുന്നോട്ട് പോകാവുള്ളൂ. കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയം കളിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതേതായാലും നല്ലതല്ല അവരുടെ ഭാവിക്കും അവരുടെ സർവീസ് കാര്യങ്ങളിലും. മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് നമുക്ക് വേണ്ടത്. ആരോ ഭരിക്കട്ടെ, ആര് ഭരിച്ചാലും നമ്മൾ ഭരണഘടനയും അതോടൊപ്പം തന്നെ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. ആരോടും വിധേയത്വം പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം പാടില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധമായി ജോലി ചെയ്യുക. അവിടെ വരുന്ന പാവങ്ങൾക്ക് നീതി നടപ്പാക്കാനായിട്ട് ശ്രമിക്കണം. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പൊതുജനം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ
ന്യായമായ രീതിയിൽ മാത്രമേ പോലീസ് പെരുമാറുള്ളൂ. ഒരാൾ കീഴടങ്ങാൻ റെഡിയാണെങ്കിൽ അയാൾ വരുന്നത് നല്ലത്. അയാളെ ഓടിച്ചിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. അയാൾ സ്വയം അവിടെ വന്ന് കീഴടങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കൂടുതൽ അതിന് ആൾക്കൂട്ടം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടി അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. ഞാൻ MLA ആണ്, ഞാൻ ഒരാളെ എനിക്ക് വിളിച്ചാൽ ഞാൻ അങ്ങ് വരുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. കാരണം നിയമവ്യവസ്ഥക്കെതിരായിട്ട് MLA ആയതുകൊണ്ട് അദ്ദേഹം പോവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ബലമായി പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പം ബലപ്രയോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും 150 പോലീസുകാരെയും കൊണ്ട് പോയത്. അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. വിളിച്ചു നോക്കാമായിരുന്നു, ശരിയായിരുന്നു. അപ്പം വിളിച്ചിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ വന്നാണ് ഒരു പോലീസുകാരൻ പോയി പറഞ്ഞാൽ പോരെ, അല്ലെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ. അതിനൊക്കെ സംവിധാനം അതിന് വഴിപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു. ഏതായാലും കുറച്ച് നാളുകളായി PV അൻവർ ലൈം ലൈറ്റിൽ ഇല്ലായിരുന്നു. ഇപ്പം വളരെ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ വളരെയധികം പ്രസംഗങ്ങൾ നമ്മളൊക്കെ കേട്ടു. അനീതിക്കും അക്രമത്തിനെതിരായിട്ട് പ്രസംഗിക്കും ഒരു മടിയും കാണിക്കാതെ തുറന്നു പറയുന്ന ഒരു MLA ആണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ പറ്റി വളരെ മോശമായ പല അഭിപ്രായങ്ങളും നേരത്തെയൊക്കെ രംഗത്ത് വന്നിരുന്നു. ഇപ്പം വന്നിരിക്കുന്നത് ആരും പറയാത്ത അഴിമതികളും അക്രമങ്ങൾക്കും എതിരായി ശബ്ദം ഉയർത്തുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ PV അൻവർ MLA കാണുന്നത്.